ഗൈസ്, ഇന്നത്തെ മഴയിൽ കാറ്റ് അതിശക്തമായ കാറ്റാണ്. കാറ്റിൽ കണ്ടോ, ഭയങ്കര കാറ്റാണ്. കാറ്റിലെ മരങ്ങളൊക്കെ ആടി ഉലയുകയാണ്. എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയത്തില്ല. ശക്തമായ മഴയാണ്. ഒരു കാരണവശാലും പുറത്താരും ഇറങ്ങരുത്. കാരണം അതിശക്തമായ മഴയാണ്. കാറ്റത്ത് നമ്മുടെ ആടി ഉലഞ്ഞ് നമ്മൾ പോകും. പിന്നെ നമ്മളെ പിടിച്ചു നിർത്താൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അതിശക്തമായ കാറ്റാണ്. കാറ്റത്ത് കാണുന്നതുണ്ടോ ഗൈസ്? അതിശക്തമായ കാറ്റ് ആടി ഉലയുകയാണ്. മരക്കാലുകളെല്ലാം ആടി ഉലയുന്നു. ഈ കാറ്റത്ത് എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. നോക്കൂ. അതിശക്തമായ കാറ്റത്ത് വാഴകളൊക്കെ ആടി ഉലയുന്നു. അവർ പരസ്പരം തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. വാഴകൾ തമ്മിൽ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ മഴ എപ്പോൾ തോരും, എങ്ങനെ നമ്മളിവിടെ നിൽക്കുമെന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ സംസാരിക്കുന്നത് ഗൈസ്. നോക്കൂ, പാളയം തുണന്മാരെ ഞാലിപ്പൂവന്മാരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ പറയുന്നത് നിങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം. എന്താണ് പറയുന്നത് നോക്കട്ടെ. അതിന് ഭയമാകുന്നു ഗൈസ്. അതിന് നല്ല ഭയമാകുന്നു ഗൈസ്. അത് പാടുന്നുണ്ട്. മഴ ഞാലിപ്പൂവനോട് വാഴയോട് പറയുകയാണ്, എനിക്ക് പേടിയാവുന്നു, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയുന്നു. അപ്പോൾ ഞാലിപ്പൂവൻ മഴ പറയുന്നു, അങ്ങനെ പോയാൽ എങ്ങനെയാണ്, നമുക്ക് വേറെ ഇടമില്ലല്ലോ പോകാൻ, നമ്മൾ ഉറച്ച സ്ഥലമല്ലേ ഇവിടെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, നമുക്ക് എങ്ങും പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനും നമുക്ക് പറ്റൂ ഗൈസ്. തന്നെ പകുതി മുറി നെല്ലിയാണ്, അതിൻ്റെ മണ്ട കുറിച്ച് കളഞ്ഞതാണ്. എങ്കിലും അതിന് ഇപ്പോഴത്തെ കുറേ ശിഖരങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ആ ശിഖരങ്ങളൊക്കെ പരസ്പരം പറയുന്നു, ഇനി എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇനി. എന്താണ് തെങ്ങ് നോക്കും, തൈത്തെങ്ങാണ്. പക്ഷെ അതിനുമുണ്ട് ഭയം. നമ്മൾ മനസ്സിലാക്കണം, ഓരോ മരങ്ങൾക്കും അതിൻ്റേതായ ഭയങ്ങളുണ്ട്. കാറ്റടിക്കുമ്പോൾ മനുഷ്യനെ പോലെ തന്നെ അവരും ജീവനുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെട്ടിയറിഞ്ഞ് കളയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അവരുടെ ജീവനാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നതെന്ന്. ശക്തമായ കാറ്റാണ് ശക്തമായ കാറ്റാണ് ഗൈസ്. എന്ത് ചെയ്യണമെന്നറിയില്ല ഗൈസ്. മാവ് ചോദിക്കുന്നു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ കൊമ്പുകൾ ഒടിഞ്ഞ് വീഴുമോ എന്ന് മാവ് ചോദിക്കുന്നു. നമ്മൾ എന്താണ് പറഞ്ഞത്? ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മഴയത്തിലെ ശക്തമായ കാറ്റിൽ ചിലപ്പോൾ മാങ്കൊമ്പുകളൊക്കെ ഒടിഞ്ഞ് വീണന്നിരിക്കാം. നമ്മൾക്ക് കണ്ടുകൊണ്ട് നിൽക്കുവാനേ പറ്റത്തുള്ളൂ ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. പാപം വൃക്ഷങ്ങൾ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. അവരുടെ സങ്കടങ്ങൾ അവർ തമ്മിൽ പങ്കുവെക്കുന്നു. അവർക്കാരോടും പരാതിയും പരിഭവവും പറയാനില്ല ഗൈസ്. അവരുടെ വിഷമങ്ങളൊക്കെ അവർ പരസ്പരം പങ്കുവെക്കുന്നു ഗൈസ്. വാഴയിലകൾ തമ്മിൽ മുട്ടി ഉരുമി നിന്ന് കാര്യങ്ങൾ പറയുന്നു ഗൈസ്. ഈ മഴ നനഞ്ഞുകൊണ്ടാണ് ഗൈസ്. ഒരു കുട പോലുമില്ല ഗൈസ് അവർക്ക്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വിഷമമുണ്ടോ ഗൈസ്? ശക്തമായ മഴയാണ്. മഴയത്തോടെ കാറ്റുകൾ ആടി ഉലയുന്നു ഗൈസ്. ഭയങ്കര ശക്തമായ മഴയാണ് ഗൈസ്. ഈ മഴയത്ത് മുറ്റത്തൊക്കെ വെള്ളങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു ഗൈസ്. എന്ത് ചെയ്യാനൊന്നും അറിയത്തില്ല ഗൈസ്. പാപം മഴകളൊക്കെ എന്ത് ചെയ്യും ഗൈസ്. ഇനി അടുത്ത മഴകൾ കാണാം ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മുടെ മുറ്റത്ത് ഓട്ടോ വന്നു ഗൈസ്. ഈ ഓട്ടോയിൽ കയറി ഞാൻ ഈ മഴ കാണാനായി യാത്ര ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്.